ചെമ്പകത്തൈകൾ പൂത്തമാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി. സിനിമ ഗാനങ്ങളെക്കുറിച്ചും സിനിമയെപ്പറ്റിയും സംഗീതമേ ജീവിതം എന്ന രീതിയിൽ അഷ്റഫ് 40-45 വർഷക്കാലമായിട്ട് ഇതിൻ്റെ പിന്നിൽ നടക്കുകയാണ്. ചുംബനം കൊള്ളാനൊരുങ്ങി. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 50 വർഷത്തിനുള്ളിൽ ഒരു 200 ചില്ലം പടങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്ത പടത്തിൻ്റെ പേരേതാണ്, അതിലെ പാട്ട് ഏതാണെന്ന് പോലും ചെയ്ത എനിക്കും ഓർമ്മയില്ല. പക്ഷെ അത് അഷ്റഫിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. ഇത് അഷ്റഫ്. സ്വയം നിർണയിച്ച പാതയിലൂടെ സന്ദേഹമേതുമില്ലാതെ പതിറ്റാണ്ടുകളായി സഞ്ചരിക്കുന്ന ഒരാൾ. എന്താണ് അഷ്റഫിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? അതറിയുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ സഹയാത്രികരാവാൻ നാം നിശ്ചയിക്കുക. മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ ആദ്യകാലം മുതൽ ഇന്നുവരെയുള്ള ലക്ഷക്കണക്കിന് ഗാനങ്ങൾ സൂക്ഷിക്കുന്ന ഒരേ ഒരാൾ. സംഗീതത്തെ സ്വന്തം ജീവന് തുല്യം സ്നേഹിച്ചവരുടെ ആത്മാർപ്പണം നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അഷ്റഫിനെ പോലെയുള്ളവരുടെ ജീവിതം തന്നെ നിർണയിക്കും വിധമാണ് ചലച്ചിത്ര ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയത്. യാതൊരു പ്രലോഭനങ്ങളും തീണ്ടാതെ സ്വന്തം ജീവിത നിയോഗമെന്ന ഭാവത്തിലാണ് അഷ്റഫ് മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നത്. അഷ്റഫ് അത്ര ധനികനൊന്നുമല്ല. ബാല്യത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ അങ്ങനെ ഒരു സമ്പന്ന ജീവിതം അനുഭവിച്ച ഓർമ്മയുമില്ല അഷ്റഫിന്. ഏതൊരു സാധാരണ കേരളീയ ജീവിതത്തിൻ്റെയും ഏറ്റിറക്കം നേരിട്ടനുഭവിച്ച കാലത്താണ് അഷ്റഫിന് ചലച്ചിത്ര സംഗീതം പ്രലോഭനമാകുന്നത്. അവ കണ്ടെത്തുമ്പോഴുള്ള ആത്മഹർഷം അനുഭവിക്കുകയായിരുന്നു ഓരോ രാത്രികളിലും അഷ്റഫ്. സഹായം സധീരം തുടരു നിൻ ഗതി നീ താനേ നിൻ സഹായം. നൃത്തനാടക സംഗീത പാരമ്പര്യത്തിന്റെ തുടർച്ചയായിരുന്നു മലയാള ചലച്ചിത്ര സംഗീതവും. 1938 പുറത്തു വന്ന ബാലൻ, തുടർന്ന് 1940 ജ്ഞാനാംബിക, പ്രഹ്ലാദ, നിർമ്മല തുടങ്ങിയ ആദ്യകാല ചലച്ചിത്രങ്ങളിൽ തുടങ്ങുന്നു മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രം. സിനിമയെന്ന പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ അത്ഭുതപ്പെട്ടു നിന്നവരാണ് അന്നത്തെ സംഗീത പ്രവർത്തകർ. ഒരു നാടകം സ്റ്റേജിൽ കളിച്ചാൽ ഭയങ്കര ആളായിരിക്കും. അതേസമയത്ത് ആ കാലഘട്ടത്തിൽ ഒരു സിനിമ ഒരു ചേട്ടി കളിച്ച ആൾ കുറവായിരിക്കും. അതൊരു കാലഘട്ടം വരെ നിന്നിരുന്നു. കൂടി വന്ന ഒരു 3-4 കൊല്ലം വരെ അങ്ങനെ നിന്നിരുന്നു. 3-4 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് നാടകം പുറകോട്ട് പോയി സിനിമ മുമ്പോട്ട് വന്നു. അതിൽ നിന്ന് കുറേ ഗായകന്മാരും വന്നിട്ടുണ്ട്, രചയിതാക്കളും വന്നിട്ടുണ്ട്. സിനിമയിലേക്ക് നാടകത്തിൽ നിന്ന് ആണ് കൂടുതലും വന്നേക്കുന്നത്. വേറെ മാർഗം ആ കാലഘട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് അവർ അതിലേക്ക് വന്നു. അഷ്റഫിന്റെ സംഗീതപ്രിയത്തിന്റെ തുടക്കകാലം നാം അറിയണം. വീടിന്റെ തട്ടിൻപുറത്ത് സ്വന്തം മുത്തശ്ശി സൂക്ഷിച്ചിരുന്ന ആ സംഗീത ശേഖരം അഷ്റഫിന്റെ കൺമുന്നിൽ എത്തിച്ചത് ഉമ്മയാണ്.
സ്വന്തം ഇഷ്ടസംഗീതമെല്ലാം തട്ടിൻപുറത്തുണ്ടെന്ന അറിവ് അഷറഫിന് നൽകിയ അത്ഭുതം ചെറുതായിരുന്നില്ല. മകന്റെ സംഗീത പ്രണയം ഉമ്മയ്ക്ക് മനസ്സിലായ കാലമായിരുന്നു അത്. പ്രശസ്തരായ ഗായകർക്കൊപ്പം നാം അധികമൊന്നും കേൾക്കാത്ത, ഒരു ചിത്രം പോലും അവശേഷിപ്പിക്കാത്ത എത്രയെത്ര ഗായകർ. അവരെ തേടിയുള്ള യാത്ര തുടങ്ങിയതോടെ അഷറഫിന്റെ ജീവിതത്തിന് പുതിയ അർത്ഥം കൈവരാൻ തുടങ്ങി. മുത്തശ്ശിയിൽ നിന്നും പൈതൃകമായി കൈവന്ന സംഗീത അഭിരുചിയാവണം അഷറഫിന്റെ ജീവിത നിയോഗം നിശ്ചയിച്ചത്. ആ യാത്ര അത്ര ആഹ്ലാദകരമായിരുന്നില്ല. കുടുംബത്തിനോ സമൂഹത്തിനോ അഷറഫിന്റെ സംഗീതഭ്രമത്തിന്റെ ഉള്ളുര തിരിച്ചറിയാൻ കഴിഞ്ഞതുമില്ല. 1973 എൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് കല്ലൂർ ബോയ്സ് ഹൈസ്കൂളിലാക്കണം. അന്നും ക്ലാസ്സിൽ പോകണമെന്നും പറഞ്ഞിട്ട് പോയി സിനിമ കാണാൻ പോകും. കല്ലൂർ അശോക, എടപ്പള്ളി കൈരളി, എടപ്പള്ളി ശോഭ, ഇങ്ങനെയുള്ള തിയേറ്ററുകളിലൊക്കെ പോയി, കളമശ്ശേരി പ്രീതി, ഇങ്ങനെയുള്ള തിയേറ്ററുകളിലൊക്കെ പോയി കാണും. ക്ലാസ്സിൽ കയറൽ കുറവായിരുന്നു. അതുകൊണ്ട് ഒരു വർഷം ഞാൻ തോറ്റു. പിന്നീടും 8ലേക്ക് ജയിച്ച് ഇത് തന്നെ, പിന്നെ ഒരു വർഷം തോറ്റു. 8ാം ക്ലാസ്സിലാണ് അങ്ങനെ ഒരു തോറ്റ്. 9ലേക്ക് ജയിച്ച് 3 മാസം പോയി, പിന്നെ പോയില്ല. ഈ പാട്ടിൻ്റെയും സിനിമേൻ്റെയും പുറകിലായത് കൊണ്ടിട്ട് അതങ്ങനെ ആ പഠിത്തം അവിടെ വെച്ച് നിന്നു. കണ്ണും എൻ കണ്ണുമായി കിന്നാരം ചൊല്ലവേ കാത്തിരുന്നൊരവസന്തം വന്നണഞ്ഞിതാ. ഈ പാട്ടിൻ്റെ ഭ്രാന്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് സഹിയില്ലാണ്ടായപ്പോൾ ഫാദർ മകനല്ലെന്നും പറഞ്ഞ് തള്ളി പുറത്താക്കി. ദേഷ്യപ്പെട്ട് അങ്ങനെ ഞാൻ ഒളിച്ചുപോയി. അതൊരു 75 കാലഘട്ടത്താണ് ഒളിച്ചു പോയത് വേറെ ദൂരമൊന്നുമല്ല. അന്നത്തെ ഈ ദൂരം കലൂർ എന്ന് പറഞ്ഞാൽ, ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. കലൂർ എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് ദൂരമാണ്. അന്ന് 50 പൈസ, 50 അല്ല 25 പൈസയാണ് ബാബു എന്ന് പറഞ്ഞ വണ്ടി. അവിടെ പോയി പട്ടിണി കിടന്ന് 3-4 ദിവസം ഉൾക്കാടിൻ്റെ പണിക്ക് പോയി. അതായത് കല്യാണ വീടുകളിൽ തെങ്ങ കെട്ടിപ്പാട്ടെന്ന് പറയും, തെങ്ങയിൽ വെച്ച് കെട്ടിപ്പാട്ട്, അതിന് പോയി 25 രൂപ അന്ന് എനിക്ക് കിട്ടും 2 ദിവസം, ശനിയും ഞായറും വർക്ക് ചെയ്ത. പണിയൊന്നുമില്ല, റെക്കോർഡ് മാറ്റി കൊടുക്കുക, വെക്കുക, റെക്കോർഡ് കാണുമ്പോൾ അടുത്ത റെക്കോർഡ്, പിന്നെ സീരിയലിട്ട് ഇടുക, ഇതൊക്കെയാണ് വർക്ക്. അതിന് കിട്ടുന്ന കൂലിയാണ് ഈ പൈസ. അപ്പോൾ ഞാൻ ഈ ഒളിച്ചു പോകുന്നതിന് മുമ്പ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായി, ഗാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് സിനിമയില്ല കേട്ടോ, സിനിമ അന്ന് ശേഖരിച്ചിട്ടില്ല, അന്ന് സിനിമ കിട്ടാനും വഴിയില്ല. അപ്പോൾ പാട്ടുകൾ മാത്രമേ ഉള്ളൂ. ഈ പാട്ടുകളൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ കുട്ടിത്തറവാട്ടി കൊണ്ടേ ഒളിപ്പിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും എനിക്ക് ആ പാട്ട് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനൊരു അന്നത്തെ ബുദ്ധിക്ക് അങ്ങനെ ഞാനത് ചെയ്ത് കൊണ്ടിട്ട്, അല്ലെങ്കിൽ എൻ്റെ പാപ്പ അത് ഫാദർ നശിപ്പിച്ച് കളഞ്ഞതാണ്. ഈ സംഗീത പ്രണയിക്ക് അങ്ങനെ കാര്യമായ പിന്തുണയൊന്നും ചുറ്റുവട്ടത്തു നിന്നും ലഭിച്ചില്ല. എങ്കിലും ആരുടെയും നിർബന്ധമില്ലാതെ തുടങ്ങിയ ആ ആത്മഹർഷ യാത്രയ്ക്ക് സ്വയം ഊർജം പകർന്നു നൽകാതെ കഴിയില്ലെന്ന് അഷ്റഫിന് തോന്നി. ഇന്നും ആ നാളുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ അഷ്റഫിനുണ്ട്. എന്നാൽ അവയൊന്നും ഈ മനുഷ്യന്റെ ഉള്ളിലെ സംഗീത തിരി കെടുത്തിയില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞത് 1984 വിവാഹം കഴിഞ്ഞ് ഭാര്യനെ കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു അലമാരി ഉണ്ടായിരുന്നു. ആ അലമാരിയുടെ താക്കോലെടുത്ത് ഞാൻ ഭാര്യയുടെ കൊടുത്തു. ഭാര്യ അത് ഒച്ചയും ബഹളവും, കല്യാണത്തിൻ്റെ ഒച്ചയും ബഹളവും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ സംസാരിച്ച് ഞങ്ങൾ ഇണങ്ങി കഴിഞ്ഞതിന് ശേഷം അലമാരി തുറന്നു. തുറന്ന കംപ്ലീറ്റ് കാസറ്റുകളാണ് കണ്ടത്. പുള്ളിക്കാരത്തി ആകെ അത്ഭുതപ്പെട്ടു പോയി. മറ്റുള്ളവർ സ്വന്തം ജീവിതം ഔന്നത്യമുള്ളതാക്കാൻ ശ്രമിക്കുമ്പോൾ അഷ്റഫ് തൻ്റെ പ്രയത്നവും സ്വപ്നവുമൊക്കെ ചലച്ചിത്ര സംഗീതം തേടാനായി മാറ്റിവെച്ചു. ഇത് പൊതുസമൂഹത്തിന് മനസ്സിലായില്ല, ഒരുപക്ഷെ അഷ്റഫിന്. സമുദായത്തിന് കുറച്ച് ചീറാപ്പൊക്കെ ഉണ്ടായി. സ്നേഹിതന്മാരും ഒക്കെ ആയിട്ട് ഭയങ്കര ചീറാപ്പായിരുന്നു. പിന്നെ മുണ്ടൂല, പുച്ചിക്കൽ, ഇതുകൊണ്ട് രക്ഷയൊന്നുമില്ല, എവിടെ എത്തൂല, ഇതും വെച്ചുകൊണ്ട് നടക്കണം, എന്തിനും വേറെ വല്ല പണിക്കും പോയിക്കൂടെ, എന്നൊക്കെ ഉള്ള കുറേ ഗോസിപ്പുകളും അതും ഇതും ഒക്കെ. പിന്നെ ഇതുകൊണ്ടൊന്നും നീ നന്നാകാൻ പോകണ്ട, എവിടെയും പോയാലും രക്ഷപ്പെടുകയില്ല. അത് ശരിക്കും അങ്ങനെയൊക്കെ വീട്ടുകാരും എല്ലാവരും കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഷയിൽ ഞാൻ ഇവിടെ വരെ എത്തിയത്.
അവരത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭാഷയിൽ വിളത്തില്ല. സംഗീത ശേഖരണത്തിനപ്പുറം നമ്മുടെ ഗാനശൃംഖലയുടെ പല വിധാനങ്ങൾ മനസ്സിലാക്കാൻ അഷ്റഫ് ശ്രമിച്ചു. ആ കാലത്തെ കലാകാരന്മാരെ ഒരു സംഗീത നിരൂപകന്റെ മനസ്സുമായി സമീപിക്കാനും അഷ്റഫിന് കഴിഞ്ഞു. 1928 വിഗതകുമാരൻ. ഈ വിഗതകുമാരന് മുമ്പ് സിനിമ എന്ന് പറയുന്ന സംഗതി മലയാളത്തിലില്ല. ഹിന്ദിയിലും തമിഴൊക്കെ ഉണ്ട്, പക്ഷേ മലയാളത്തിലില്ല. അതിക്ക് മുമ്പ് ഈ മലയാളികൾ കണ്ടിരുന്ന നാടകങ്ങളാണ്. ഈ നാടകങ്ങളിൽ പാടിയിരുന്ന ആൾക്കാർ തന്നെയാണ് പിൻകാലത്ത് ഈ സിനിമയിൽ വന്ന് ഗായകരായി മുൻപന്തിയിൽ വന്നത്. ബാലനിലെ പാട്ടായിട്ട് ആദ്യം ഇറങ്ങിയത് ബാലനാണ്. അതൊരു 24 പാട്ടുണ്ട് മൊത്തം. അത് പാട്ടെന്ന് പറയാൻ പറ്റില്ല, അത് 2 മിനിറ്റ് 1 മിനിറ്റൊക്കെ ഉള്ളു പാട്ട്. അത് പാടി വെക്കണത് അവർ അഭിനയിച്ചവർ തന്നെയാണ് എല്ലാം പാടി വെക്കണത്. പക്ഷേ അതിൻ്റെ റെക്കോർഡ് ആരും ഏറ്റെടുക്കാനുണ്ടായില്ല ആ കാലഘട്ടത്ത്. അതുകൊണ്ട് അതിൻ്റെ റെക്കോർഡ് ഇറങ്ങിയില്ല. പടത്തിലല്ലാണ്ട് പാട്ടില്ല. ജാതകദോഷത്താലേ അയ്യാ ജാതകദോഷത്താലേ അയ്യാ ജാതകദോഷത്താലേ ആകുല സാഗരെ വീണിങ്ങു കേഴുന്നു ഞാനയ്യോ ജാതകദോഷത്താലേ. പിന്നെ റെക്കോർഡായിട്ട് ഓഡിയോ റെക്കോർഡായിട്ട് ആ കാലഘട്ടത്തിൽ ഇറങ്ങുന്നത് ജ്ഞാനാംബിക എന്ന സിനിമയിലാണ് 1940. അത് മുതൽ ആ റെക്കോർഡ് ഇറങ്ങിയ മുതലുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അഷ്റഫിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഗാനഗന്ധർവൻ യേശുദാസിനെ പരിചയപ്പെടണമെന്നതും അദ്ദേഹം തന്റെ വീട് സന്ദർശിക്കണമെന്നതും. അത് ഒരു ദിവസം സാക്ഷാത്കരിക്കാനായി യേശുദാസ് അഷ്റഫിന്റെ വീട്ടിലെത്തി. ആദ്യം എന്നോട് ദാസറിന് ആവശ്യപ്പെട്ടത് എന്നെ ഞാനാക്കിയ എൻ്റെ അച്ഛൻ്റെ പാട്ട് കേൾക്കട്ടെ എന്ന്. പുള്ളി ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ദാസേട്ടൻ പാടിയ പാട്ടല്ല എന്നോട് ചോദിച്ചത്, അച്ഛൻ പാടിയ പാട്ടാണ് എന്നോട് ചോദിച്ചത്. ഞാനത് വെച്ചു കൊടുത്തു. ആനന്ദമെന്നും മണിമേട തോറും മാത്രമോ മഹേശ മാത്രമോ മഹേശ. സ്വന്തം പിതാവിന്റെ ഗാനങ്ങൾ കേട്ട് യേശുദാസിന്റെ കണ്ണുകൾ നിറഞ്ഞു. മകൻ കേൾക്കാത്ത അച്ഛന്റെ ഗാനങ്ങൾ യേശുദാസിന്റെ ഓർമ്മയെ ആർദ്രമാക്കി. ആ നിമിഷ ചിത്രമാണ് അഷ്റഫിന്റെ ഉള്ളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത്. സാമ്പത്തികമായ നേട്ടം ഈ സംഗീത ശേഖരത്തിൽ നിന്നും ലഭിക്കുമെന്ന് ഒരിക്കലും അഷ്റഫ് കരുതിയിട്ടില്ല. ആരുടെയും പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങാതെ തന്റെ ജീവിതം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതിനും അഷ്റഫിന് കൃത്യമായ ഉത്തരം നൽകാനാവും. സ്വന്തം എനിക്ക് എന്ത് സംഭവിച്ചോ അതേ സങ്കടം തന്നെയാണ് ഒരു പാട്ട് നഷ്ടപ്പെട്ടാലും എനിക്കുണ്ടാകുന്നത്. രഞ്ജിൻ്റെ പൈസ പോലും ഞാൻ ഇതിന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് കൊടുത്തുകൊണ്ട് മക്കളെ ഞാൻ ആഹാരം കൊടുത്തിട്ടുമില്ല. മക്കൾ പണിയെടുക്കും, എൻ്റെ കൊണ്ടുവന്ന് തരും, ഞാൻ ചെലവിന് കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ കുടുംബം കഴിഞ്ഞു വരുന്നത്. മക്കൾ വളർന്നതിന് മുമ്പ് ഞാൻ തന്നെ എന്തെങ്കിലും കച്ചവടം ചെയ്ത് കുറച്ച് ലാഭം കിട്ടണ ആശയം പകുതി വീട്ടിൽ കൊടുക്കും, പകുതി ഈ പാട്ടുകൾക്ക് വേണ്ടി ചിലവാക്കും. എൻ്റെ കയ്യിൽ നിന്ന് ഇതിലൊക്കെ ചിലവാക്കുന്നതല്ലാണ്ട് എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇന്നവരെ ഉണ്ടായിട്ടില്ല. ഈ ഉത്തരം ഒരു മനുഷ്യൻ സ്വന്തം ജീവിതം ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാറ്റിവെച്ചതിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്നതാണ് അഷ്റഫ് എന്ന സാധാരണ മനുഷ്യന്റെ അസാധാരണ ജീവിതം. സിനിമയ്ക്ക് ഗാനങ്ങൾ ആവശ്യമുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. സ്വന്തം സംഗീതാന്വേഷണത്തിന്റെ അകക്കാമ്പിനെ ചോദ്യം ചെയ്യുന്ന ഈ നിലപാടുകളെക്കുറിച്ച് അഷ്റഫിന് കൃത്യമായ ഉത്തരവുമുണ്ട്. സിനിമക്ക് പാട്ട് ആവശ്യമില്ല. എന്നെ വിട്ടിട്ട് പോകാൻ കറുത്തമ്മയ്ക്ക് സാധിക്കുമോ? കറുത്തമ്മേ, പക്ഷേ ഒരു പടം കണ്ട് 100 കുടുംബം കണ്ടു തന്നെ ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പശ്ചാത്തലം ആ സിനിമയിലുണ്ടാവും. ഇല്ലാത്ത സിനിമ ഇല്ല, തീർച്ചയായിട്ടും. പക്ഷേ ഈ നമ്മൾ വീട്ടിലെ കഥകൾ ജീവിതത്തിൽ ഈ പാട്ടുണ്ടോ? ഇല്ല. ഇനി നമ്മൾ പാടുമ്പോൾ എന്തായിരിക്കും പാടുന്നത്? സിനിമയിലെ പാട്ട്. അപ്പോൾ സിനിമക്ക് ഒരു മധുരം കയറ്റാൻ വേണ്ടിയാണ് ഈ സംഗീതം കൊണ്ടൊന്നും സിനിമ വെച്ചേക്കണത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൻ്റെ സമ്പന്നമായ സംഗീത ശേഖരം അഷ്റഫ് കേരള സർക്കാരിന്
കൈമാറി. തന്റെ ജീവിതത്തിന് ശേഷം അന്യം നിന്നു പോകരുതെന്ന ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഒരു നിശ്ചയത്തിൽ അഷ്റഫ് എത്തിയത്. ഗാനങ്ങൾ കോപ്പി ചെയ്ത് സൂക്ഷിക്കുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതിലും അഷ്റഫ് സമയം കണ്ടെത്തുന്നു. ഓരോ കാലത്തും സാങ്കേതികമായി സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിനും അവ സ്വന്തം ഗാനശേഖരത്തിന്റെ സമൃദ്ധി വർദ്ധിപ്പിക്കുന്നതിനായി അഷ്റഫ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഏത് കാലത്തോടും ഇണങ്ങുന്നതാണ് അഷ്റഫിന്റെ സാങ്കേതിക മനസ്സിന്റെ സഞ്ചാരം. 450 രൂപ ജ്യേഷ്ഠത്തിനോട് വാങ്ങിയിട്ട് സ്വന്തം റെക്കോർഡ് സെറ്റ് ഉണ്ടാക്കിയിട്ട് റെക്കോർഡിൽ നിന്ന് കാസറ്റിലേക്ക് പകർത്തി സൂക്ഷിച്ച് വെച്ച സിസ്റ്റം എന്താണെന്ന് ABCD പോലും അറിയാൻ പാടാത്ത 9ാം ക്ലാസ്സാണ്. ABCD ഒക്കെ എന്താണെന്ന് അറിയാം, പക്ഷേ സിസ്റ്റത്തിൻ്റെ ABCD എന്താണെന്ന് അറിയാൻ പാടാത്ത ഒരാളാണ്. എൻ്റെ മൂത്ത മോൻ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് ഒരു 10,000 രൂപ ഒരു കമ്പ്യൂട്ടർ. എന്നോട് പറഞ്ഞ മൂത്തവനാണ് എനിക്ക് ധൈര്യം നിന്ന, വാപ്പച്ചി മേടിക്ക്, വാപ്പച്ചി പഠിച്ചോളൂ. എന്നിട്ട് സ്വയം ഇരുന്നവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്വയം ഇരുന്ന് പഠിച്ചതാണ്. ഒരാളും പഠിപ്പിക്കാനൊന്നുമില്ല. പഠിക്കുമ്പോൾ ചിലപ്പോൾ വൈറസ് കയറി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അത് വീണ്ടും ശരിയാക്കും. എന്നാലും പഠിത്തത്തിൽ പുറകോട്ട് പോകില്ല. ഇത് പഠിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങുള്ളൂ. ഞാൻ അന്ന് നേരം പഠിത്തിട്ട് ഉറങ്ങിയില്ലെങ്കിലും പിറ്റേന്ന് രാത്രി നിന്ന് പഠിക്കും. അങ്ങനെയാണ് എഡിയോസ് എഡിറ്റ് ചെയ്യാൻ പഠിച്ചത്. അഡോബിലിട്ടിട്ട് പാട്ട്, പിന്നെ സൗണ്ട് ബൂത്ത്, അതിൽ കിട്ടുന്ന പാട്ട് ഞാൻ ക്ലിയർ ചെയ്യണം. തികച്ചും വ്യത്യസ്തമാണ് അഷ്റഫിന്റെ ജീവിതം. രാത്രിയിൽ 4 മണിക്കൂർ മാത്രം ഉറങ്ങുക, രാത്രി നേരങ്ങളിൽ ലളിതമായ ഭക്ഷണം മാത്രം കഴിക്കുക. ഇങ്ങനെ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന ജീവിതമാണ് അഷ്റഫിൻ്റേത്. പല ഭാഷകളിലേതായി 5 ലക്ഷത്തിലേറെ ഗാനങ്ങളുണ്ട് അഷ്റഫിന്റെ ശേഖരത്തിൽ. അവ സ്വന്തമാക്കുന്നതിന് വേണ്ടി നടത്തിയ കഠിന പ്രയത്നങ്ങൾ ചെറുതല്ല. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഈ കളക്ഷനൊക്കെ ഞാൻ വെച്ചേക്കണത് എല്ലാവർക്കും കാണത്തക്ക രീതിയിലും വന്നവർക്ക് ഇന്ന പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ അത് കേൾപ്പിച്ചു കൊടുക്കുന്ന രീതിയിലും അതിൻ്റെ രചന ചോദിച്ചാൽ അത് ഉടനെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും സംഗീതം ചോദിച്ചാലും വർഷം ചോദിച്ചാലും ബാനർ ചോദിച്ചാലും ഉടനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലൊക്കെയാണ് ഞാനെല്ലാം എൻ്റെ വീട്ടിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അത് 180% സാധനങ്ങളും പുറത്തേക്ക് കാണത്തക്ക രീതിയിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു മുറി തന്നെ അതിന് തയ്യാറാക്കി വെച്ചേക്കണതാണ്. അങ്ങനെ ഇരിക്കെ പല ജില്ലകളിൽ നിന്നും എൻ്റെ കളക്ഷൻ കാണാൻ ആൾക്കാർ വരാറുണ്ട്, ചോദിക്കാറുണ്ട്, കാണിച്ചു കൊടുക്കാറുണ്ട്. അവർ ഇന്ന പാട്ടൊന്ന് കേൾക്കണം, ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ കേട്ടതാണ്, ഞാൻ ഇത്ര വയസ്സിൽ കേട്ടതാണ്, എനിക്കത് ഞാൻ പിന്നീട് ശേഷം കേട്ടിട്ടില്ല, എനിക്കത് കേൾക്കണം. എന്നിട്ട് എൻ്റെ പഴയ കാലഘട്ടങ്ങളിലേക്ക് ഒരു 5 മിനിറ്റിന് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിന് 10 മിനിറ്റ് എനിക്കൊന്ന് പോകണം, എനിക്ക് എൻ്റെ ഹൃദയത്തിന് സന്തോഷം ഇരിക്കും എനിക്കത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വന്ന് പറഞ്ഞിട്ട് ആ സങ്കടം തീർത്താണ് ഞാൻ. ഈ വാക്കുകൾ ഒരു മനുഷ്യന്റെ വേറിട്ട ജീവിതത്തിന്റെ വേറിട്ട വഴികളുടെ തെളിമയും ആത്മശുദ്ധിയും വ്യക്തമാക്കുന്നതാണ്. കാലപ്രവാഹത്തിന് മായ്ക്കാനാവാത്ത സംഗീതഭ്രമം ഏത് നിമിഷവും അഷ്റഫിനെ പിന്തുടരുന്നു. അന്നത്തെ ആ കൗതുകം ഇന്നും അഷ്റഫിനുണ്ട്. 8 വയസ്സുകാരിൽ നിന്നും ഇന്നത്തെ അഷ്റഫിലേക്കുള്ള ദൂരം ചെറുതല്ല. അരനൂറ്റാണ്ടിന്റെ അണയാത്ത ഹൃദയസ്പന്ദനമുണ്ട് അഷ്റഫിന്റെ ഇഷ്ടങ്ങൾക്ക്. മറ്റുള്ളവരുടെ സംഗീതം വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന അഷ്റഫ്, ഒരു മനുഷ്യന്റെ ശബ്ദം കാലാന്തരങ്ങൾക്കപ്പുറത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കുന്ന അഷ്റഫിന്റെ ഈ ജീവിതം മനോഹരമായ ഒരു സംഗീതമായി മാറുന്നു.